എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി അതിനുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ചും പരിഹാര കാര്യങ്ങൾ ചെയ്തും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യത്തിൽ എടുക്കാം. നമ്മളെ എല്ലാവരും വീണ്ടും വീണ്ടും ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ശത്രുതാ ദോഷം ഇല്ലെങ്കിൽ ആഭിചാര ദോഷങ്ങൾ അല്ലേ. നമ്മൾ പല പല ക്ഷേത്രത്തിൽ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ 3 മാസത്തേക്ക് കുഴപ്പമില്ലെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് ഒരാഴ്ച കുഴപ്പമില്ല, വീണ്ടും പഴയതുപോലെ ചെയ്യുന്നു. നമ്മൾ ഒത്തിരി ഹോമങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനുള്ള പൈസകൾ ഇല്ല. അതേപോലെ തന്നെ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ശത്രു എവിടെ ചെന്നാലും ശത്രുദോഷം അല്ലേ. എന്താണ് ഈ ശത്രു, എന്താണ് ഈ ദോഷങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാത്ത ഒരു കാരണം? ഞാൻ ആദ്യമേ ഒരു വിവരണം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എല്ലാ ഭക്തജനങ്ങൾക്കും, അതായത് മനുഷ്യരാശിയിലുള്ളവർക്കൊക്കെ ശത്രുതാ മനോഭാവം ഉണ്ടാകും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനൊരു വണ്ടി മേടിച്ച്, അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വ്യക്തികൾ പുള്ളി വണ്ടിയൊക്കെ മേടിച്ചു, പുള്ളിക്ക് ഭയങ്കര ക്യാഷായി. അങ്ങനെ അത് 10 പേര് പറയുമ്പോഴത്തേക്ക് അവരുടെ നെഗറ്റീവ് എനർജി കൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. പക്ഷേ എന്നെ ആ നെഗറ്റീവ് എനർജി ബാധിക്കുന്നില്ലെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം ഞാൻ വിളിക്കുന്നത് ഉപാസനമൂർത്തി സുബ്രഹ്മണ്യനാണ്. ഒരു ദൈവികമായിട്ടുള്ള ആൾ, ഒരു എന്താ പറയുക, ഒരു ഈശ്വരനെ സ്ഥിരമായിട്ട് പൂജിക്കുന്നില്ലെങ്കിൽ ആ ഈശ്വര സങ്കല്പത്തെ നമ്മൾ ഭജിച്ച് നടക്കുമ്പം നമ്മൾ ദോഷങ്ങളൊന്നും ബാധിക്കത്തില്ല. ഒരു ഉദാഹരണം പോലെ പറയുമ്പോൾ നമ്മളൊരു വണ്ടിയിൽ നിന്ന് നമ്മളിപ്പം വാഹനങ്ങളൊക്കെ പോകുന്നു. അപ്പോൾ ചിലവർക്ക് ഈ ഉറക്കങ്ങളൊക്കെ വരാറുണ്ട് അല്ലേ. ഈ ഉറക്കങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യേണ്ടത്, ഡ്രൈവേഴ്സൊക്കെ കട്ടൻ ചായ കുടിക്കും. അപ്പോൾ കട്ടൻ ചായ കുടിക്കുന്നത് കൊണ്ട് ഉറക്കം വരത്തില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ചില ദോഷങ്ങൾ നമുക്ക് ഉണ്ട്, ഈ ശത്രുദോഷങ്ങൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന വാഹനത്തിൻ്റെ കാര്യങ്ങൾ, നമ്മൾ വാഹനം മേടിക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നാരങ്ങ വെച്ച്, ചില ക്ഷേത്രത്തിലൊക്കെ നാരങ്ങ മാത്രമാണ്, ശരിക്കും പറഞ്ഞാൽ വെറ്റയും നാരങ്ങയും കൂടെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം മാത്രമാണ് വണ്ടിയുടെ എൻജിനാണ് പൂജിക്കേണ്ടത്. സാധാരണ ക്ഷേത്രത്തിലൊക്കെ വണ്ടി പൂജിക്കാൻ ചെന്ന കുറേ വണ്ടി വൃത്തികേടാക്കി കുറേ ചന്ദനം തേച്ച് വെക്കും. ചന്ദനം തേച്ച് വെച്ചിട്ട് കുറേ പൂവ് അങ്ങോട്ട് വാരിയിടും കാറിൻ്റെ ഗ്ലാസ്സിലോട്ട്. പക്ഷേ ഗ്ലാസ് അല്ല, വണ്ടിയുടെ എൻജിനാണ് പൂജിക്കേണ്ടത്. എന്നിട്ട് കുറേ മണിയടിച്ച് കുറേ ഇതൊന്നുമല്ല, നേരായ രീതിയിലുള്ള പൂജാതി കാര്യങ്ങൾ അറിയുന്നിടത്ത് നിങ്ങൾ വണ്ടിയും താക്കോലൊക്കെ കൊണ്ട് പൂജിക്കാവുള്ളൂ. നമ്മൾ നാരങ്ങ വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ വെറ്റ വെക്കണം. നല്ല രീതിയിൽ തന്നെ വാഹന പൂജ നടത്തണം. വണ്ടിയുടെ എൻജിനാണ് പൂജിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നല്ല രീതിയിൽ ശത്രുദോഷങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഇപ്പം ഞാനൊരു മൊബൈൽ മേടിച്ചു, എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് നല്ലതാണെന്ന് പറയും, ഓഹം മേടിച്ചു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ശത്രുതാ മനോഭാവമുണ്ട്. ചില ആൾക്കാരുടെ പ്രാക്കുകളുണ്ട്. അത് ചില ആൾക്കാർ, ചില വ്യക്തികളെ എന്താ പറയുക, തീരമായിട്ട് അങ്ങില്ല, എന്താ പറയുക, ആഭിചാര ദോഷങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. അവൻ രക്ഷപ്പെടരുത്, അല്ലെങ്കിൽ കുടുംബക്കാർ രക്ഷപ്പെടുന്നു, ഞാൻ രക്ഷപ്പെട്ട അവൻ ഇനി രക്ഷപ്പെടാൻ പാടില്ല, ഞാൻ രക്ഷപ്പെട്ടിട്ട് അവൻ രക്ഷപ്പെട്ടാൽ മതി. പല രീതിയിലുള്ള ഒരു സംഭാഷണങ്ങളാണ്. ഈ ബന്ധുക്കർ പരസ്പരം ശത്രുക്കളുള്ളവരുണ്ട്, വീടിനടുത്ത് കിടക്കുന്ന പരിസരവാസികൾ പരസ്പരം ശത്രുക്കളുണ്ട്. പക്ഷെ നമുക്ക് ആരാ എന്താ ചെയ്യുന്നത് നമുക്കറിയത്തില്ല. നമ്മുടെ ദോഷങ്ങളൊക്കെ നമ്മൾ ഈശ്വരൻ്റെ പോലെയാണ്. അപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ പ്രാക്ക്, ദൃഷ്ടി, കണ്ണീർ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താലാണ് നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നത്? ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ, കൊടുങ്ങല്ലൂർ പോകുന്നവർ കൊടുങ്ങല്ലൂർ ചെയ്യാം. വീടിൻ്റെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ തലയ്ക്കൊഴിഞ്ഞ ഒരു തേങ്ങയും നമ്മുടെ പൊക്കത്തിന് അനുസരിച്ചുള്ള ആൾരൂപവും, ഒരു വെള്ളിയുടെ അതായത് നമ്മുടെ തലയ്ക്കൊഴിഞ്ഞ ഒരു തേങ്ങ, നമ്മുടെ പൊക്കം അനുസരിച്ചുള്ള ഒരു വെള്ളിയുടെ നൂല്, പിന്നെ ഒരു ആൾരൂപവും കൂടെ മേടിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, വടക്കോട്ടോ പടിഞ്ഞാട്ടോ ഇരിക്കുന്ന ഭദ്രകാളി ക്ഷേത്രത്തിൽ വേണം ഈ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളും ചെയ്യാം. പിന്നെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടെന്ന് പറഞ്ഞാൽ, ഒരു പിടി കുരുമുളക് എടുത്ത് ചുമന്ന പട്ടിനകത്ത് കിഴികെട്ടി 21 തവണ തലയ്ക്കൊഴിക്കുകയാണെങ്കിൽ നമുക്ക് ശത്രുതാ ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാകുന്നതാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോകുന്നവർ കുരുമുളക് തലക്കൊഴിഞ്ഞ് ശത്രുതാ ദോഷം, കണ്ണുദോഷം, നാവദോഷം എന്നൊക്കെ പ്രാർത്ഥിച്ച് കൊടുങ്ങല്ലൂർ അമ്മയെടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ 3-4 വർഷത്തേക്ക് ശത്രുപക്ഷമായ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ കൊടുങ്ങല്ലൂർ പോകാൻ പറ്റാത്ത ഭക്തജനങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ നമ്മുടെ പൊക്കമനുസരിച്ച് ഒരു എന്താ പറയുക, വെള്ളിയുടെ നൂല്, ഒരു ആൾരൂപം,
അതേപോലെ തന്നെ ഒരു തേങ്ങ, ഇത് മൂന്നും കൂടെ വെച്ചിട്ട് 21 തവണ തലക്കൊഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പടിഞ്ഞാട്ടോ വടക്കോട്ടോ ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ശത്രുദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങളൊക്കെ മാറും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശത്രുദോഷങ്ങളില്ലാത്ത മനുഷ്യരില്ല. നമുക്ക് എല്ലാവർക്കും തന്നെ ശത്രുദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ കൃത്യമായി എന്താ പറയുക, ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. നമ്മൾ ജോലിക്ക് പോകാതെ പൂജാതി കാര്യങ്ങളോ വഴിപാടോ ചെയ്തിട്ടോ നമുക്ക് പൈസ കിട്ടത്തില്ല. അസുഖം വന്നാൽ എന്ത് ചെയ്യണം? പൂജയല്ല, അസുഖം വന്നാൽ ആശുപത്രിയിൽ പോയി മരുന്ന് മേടിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ രോഗം തീർച്ചയായിട്ടും മാറും. അപ്പോൾ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എന്താ പറയുക, ശത്രുദോഷവും ഇല്ലാത്ത മനുഷ്യർ തന്നെ ആരുമില്ല. അപ്പം ഇതിലെ ചെറിയ ചെറിയ ദോഷങ്ങളോ കാര്യങ്ങളോ മാറാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്ര ദർശനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുന്നതാണ്. കൊടുങ്ങല്ലൂർ പോകാൻ പറ്റാത്ത ഭക്തജനങ്ങൾ വീടിൻ്റെ അടുത്തുള്ള വടക്കോട്ടോ പടിഞ്ഞാട്ടോ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ പറയുന്ന വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യുക.